നമ്മള് കുഴിച്ചെടുക്കുന്ന കല്ലുകള് മനസ്സിലായി. ഈ പിങ്ക് കളറും പച്ച കളറും അങ്ങനെയൊക്കെയല്ലേ ഇത്. അല്ല എനിക്ക് AC ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ വേണമെങ്കിൽ ഒരു 23 രൂപ വെക്കാം. അല്ല എന്നാ ഇപ്പൊ കേട്ടോ ഈ ഹൈവേ കയറുമ്പോ കേട്ടാ മതി. ഭയങ്കര കാറ്റടിച്ച് കണ്ണിലൊക്കെ പൊടിയോ പിന്നെ പെട്രോളും വെറുതെ പോകും. അല്ല ഈ ഹൈവേയിൽ കാറ്റ് പിടിക്കുമ്പോഴേ വണ്ടിയുടെ പെട്രോള് നല്ല അടച്ചു പോകുന്ന നല്ല ബാലൻസ് ആയിട്ട് പോകാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതറിയോ ആൽബർട്ടയിലെ ഡൈനോസറിന്റെ ഇതുണ്ട്. ആണോ? പോയിട്ടില്ലേ? ഞാന് ആൽബർട്ടയില് ഈ പറഞ്ഞ പോലെ ഗൊണ്ടോള ഒഴികെ വേറെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. മറ്റേ അത്തവാസ്ക ഗ്ലേസിയർ പിന്നെ അങ്ങനെ കുറെ മറ്റേ ആ 2 ലേക്ക് കൊളംബിയൻ ഗ്ലേസിയർ പോയോ? കൊളംബിയൻ ഗ്ലേസിയർസ് കൊളംബിയനോ? അത്തവാസ്ക ഗ്ലേസിയർ അല്ലേ? അത്തവാസ്ക ഗ്ലേസിയർ ആണോ അതിനെ പറഞ്ഞ? നീ മറ്റേ അന്റാർട്ടിക് വെഹിക്കിളിന്റെ പണ്ടൊക്കെ കയറി പോകുന്ന സംഭവമാണ്. ബസ്സിൽ കയറി പോണത് അത് തന്നെ. അത് ബസ് അതാണ് അത്തവാസ്ക ഗ്ലേസിയർ. അത് എപ്പോഴും അങ്ങനെ തന്നെ ബ്രോ? ഗ്ലേസിയർ എപ്പോഴും അടിക്കും സമ്മറിൽ? ഇല്ല, അത് സമ്മറിൽ അത് ഇച്ചിരി സമ്മറിൽ കയറ്റത്തില്ല അവര്. സമ്മറിൽ എന്താ അവസ്ഥ അവിടുത്തെ? സമ്മറിൽ ചില ഭാഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതിന്റെ അടിയിൽ വലിയ കുഴിയൊക്കെ ആയിരിക്കും. അപ്പൊ അവിടെ കയറ്റത്തില്ല. അല്ല അപ്പോഴും സ്നോ ആയിരിക്കും ആ സമയത്ത്. ഗ്ലേസിയർ എപ്പോഴും ഇതായിരിക്കും, പക്ഷെ ചെറുതായിട്ട് ഇതിങ്ങനെ ഉരുകും. ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വർഷാവർഷം മഞ്ഞ് വീണ് അതൊരു കട്ട മഞ്ഞാവും. പിന്നെ അത് ഇതാവത്തില്ല, അതിന് ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടുള്ള അങ്ങനെ കിടക്കും. ജോബ ഈ വണ്ടി എത്ര രൂപയ്ക്ക് എടുത്തോ? ഇത് 10-11. ഈ വണ്ടി ഇപ്പൊ സെല് ചെയ്യാൻ നോക്കുവാണെങ്കിൽ എത്ര രൂപ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്? ഈ വണ്ടിയോ? ഈ വണ്ടി നമുക്ക് മാർക്കറ്റ് ഇട്ട് നമുക്കൊരു 14 അങ്ങനല്ല, ഒരു 14 നമുക്ക് പിടിക്കാം. 14 ഇട്ടാ കിട്ടുമോ? 14 ഇട്ടാ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ കിട്ടും. മാർക്കറ്റ് പ്ലേസ് ചെയ്യുന്നു. മാർക്കറ്റ് പ്ലേസ് ചെയ്യുന്നു. അത് എനിക്ക് എന്തായാലും ഇപ്പൊ അത്രയും 15 വാങ്ങിച്ചതല്ലേ, ഇപ്പൊ 14 3 വർഷമില്ല. 3 വർഷത്തെ മാർക്കറ്റ് ചെയ്യിപ്പിക്കണം വണ്ടിക്ക്. 3 വർഷത്തെ മറ്റേ ഇതുണ്ട്, എന്ത് കംപ്ലൈന്റ്സിനും അവര് ചെയ്യുന്ന വാറന്റി പോലെ. പക്ഷെ അത് നിങ്ങൾ കൊടുത്താൽ അത് ട്രാൻസ്ഫർ ആക്കാൻ പറ്റുമോ? അത് പറ്റുമെന്നാണ് അവര്. ആണോ? അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല. വണ്ടി കാണാൻ ഭംഗിയുണ്ട് ബ്രോ, നല്ല രസമുണ്ട്. വണ്ടി പുതുമയ പോലെ. പിന്നെ എന്താ പറയുക, ഇനി വിൽക്കണ സമയം അടുക്കാറായോണ്ട് വണ്ടി മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് ഇതാക്കി വെച്ചാൽ ഈ കല്ലിലാണ് സ്വർണ്ണ എടുക്കല്. ഇങ്ങനെയുള്ള വേറെ രസമുണ്ട്. ഈ സാധാരണ നമ്മൾ 916 സ്വർണ്ണം അവള് പറയണ്ട സ്വർണ്ണം എടുക്കാൻ പറ്റുള്ളൂ. പുള്ളിക്കാരിയെ ഇതാണോ നോക്ക്? അതിനെ കുറിച്ച് നല്ല അറിയാം. കാണിക്കുന്ന എന്താണ് ഇവൻ? അല്ല ട്രെയിൻ പോകുന്നുണ്ട് അവിടെ ഫ്രണ്ടിൽ കൂടെ. ശരിയാ, കാണുന്നുണ്ട്. പഴക്കമുള്ള കല്ലുകളായിരിക്കും, വർഷങ്ങൾ പഴക്കമുള്ള. നമ്മളെ നാട്ടിലല്ലേ ഇത് കാണല്? ഇവിടെ ആദ്യമായിട്ടാണ്. നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഉള്ളവന്മാർ ഇവിടെ കയറ്റി വെച്ചിട്ട് ഇതങ്ങ് ബ്ലോക്ക് ആക്കും. ഇതൊക്കെ അടിപൊളിയല്ല. ഇലക്ട്രിക് എഴുതിച്ചിട്ടുണ്ട്, നമ്മൾ വായിച്ചു പോകണം. ഇത് ഡൗൺ ടൗണിലല്ലേ, ഒണ്ടാരി മ്യൂസിയം എന്ന് വെച്ചാൽ ഇതിൽ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അതേപോലെ ഇതൊക്കെ ചിലപ്പോൾ മറ്റേ ഇങ്ങനെ തിളങ്ങണ്ട ടൈപ്പ് കല്ലുണ്ടല്ലോ, അല്ലെങ്കിൽ ലൈറ്റ് അടിച്ച് ഇങ്ങനെ നമുക്ക് ക്യാമറ എടുക്കുമ്പോൾ അത്ര പെർഫെക്ഷനിൽ കിട്ടൂല. ഇഷ്ടം പോലെ കല്ല്, പക്ഷെ 1-2 ലെവൽ ഒന്നിനും പറ്റൂല കേട്ടോ. ഇതൊക്കെ പറയുന്നത് പഴക്കമുള്ളതും വാല്യുള്ള കല്ലുകളാണ്. സ്വർണത്തിന്റെ കല്ലുകൾ തന്നെയാണ്. സ്വർണത്തിന്റെ കല്ലുകൾ അല്ല, സ്വർണത്തിന്റെ അല്ലല്ല. പിന്നെ ഓരോ ടൈപ്പ് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതും പിന്നെ ഒന്നും മൂണിന്ന് വീണതും ഉൽക്കൊക്കെ ഉണ്ട് അവിടെ. പിന്നെ വേറൊന്നും, പിന്നെ അതേപോലെ ഈജിപ്ഷ്യൻ മ്യൂസിയം, ഈജിപ്ഷ്യന്റെ മമ്മിയാണോന്ന് അറിയില്ല. അതൊക്കെ ഒന്നും വലിയ എനിക്ക് ഹരം തോന്നുന്നു. എനിക്ക് കല്ലുകൾ ഭയങ്കര ഹരം തോന്നുന്നു. ഇപ്പൊ 19 ഫോട്ടോ ഒക്കെ എടുത്തോ? ജൗഹറ ഫുള്ളെടുത്ത്.
ഭയങ്കര നീളോ. കാർഗോ ട്രെയിന് കുറേ നേരം എടുക്കും കടന്നു പോകാൻ. പതുക്കെ നിരങ്ങിയാ പോകും. കുറച്ച് നേരം ഓഫാക്കി വെറുതെ എത്തണം.